ഹലോ! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ട്ടോ. അപ്പോൾ ദേ സമയം കണ്ടല്ലോ 2:41 ട്ടോ. വെളുപ്പിന് 2:41 ആയി. അപ്പോൾ ചേട്ടൻ ഇന്നേ വെളുപ്പിനെ വഞ്ചിക്കാരെ കൊണ്ടുപോകണ ഒരു ട്രിപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ദേ ഇറങ്ങണേനെ. പ്രാർത്ഥിച്ചിട്ട് ദേ ആൾ ഇറങ്ങുന്നുണ്ട് ട്ടോ. കേട്ടിട്ടില്ലേ? ഞാനാണെങ്കിലേ ഉറക്കം തൂങ്ങി നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് വെളുപ്പിനെ ആകുമ്പോഴത്തേക്കും ആളെ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ നല്ല ഒരു ഉറങ്ങുന്ന സമയം. അപ്പോൾ ആ നേരത്തെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ചേട്ടൻ രാവിലെ അല്ല വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ആൾ പോണത്. അപ്പോൾ എന്നെ വിളിച്ചത് ഗേറ്റും ഡോറൊക്കെ അടക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നേരെ അടുക്കളയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. വഞ്ചിക്കാരുടെ ട്രിപ്പ് ഉള്ളപ്പോഴൊക്കെ ഇതാണ് ട്ടോ ഇവിടുത്തെ പതിവ്. ചേട്ടൻ വെളുപ്പിനെ പോകുന്ന സമയത്ത് ഞാനൊന്ന് എഴുന്നേറ്റിട്ട് പിന്നെ നമ്മുടെ വാതിലൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വീണ്ടും ഞാൻ വന്ന് കിടന്നുറങ്ങും. അത്ര നേരത്തെ എഴുന്നേറ്റ് അടുക്കള കയറേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. എന്നിട്ട് പിന്നെ രണ്ടാമത് ഒരു 5:30 മണി ചേട്ടൻ വരുന്ന സമയത്ത് വീണ്ടും ഞാൻ പിന്നെ എഴുന്നേറ്റ് ഞാൻ അടുക്കളയിലോട്ട് പോരും, ചേട്ടൻ പോയി കിടന്നുറങ്ങും. അതാണ് പതിവ്. അപ്പോൾ ദേ നമുക്ക് ഇനി നമ്മുടെ പണി തുടങ്ങാം ട്ടോ. ആ ചായപാത്രം ചേട്ടൻ ഗ്രീൻ ടീ ഇട്ട് കുടിച്ചതാണ് കേട്ടോ. അതപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് പോയി ആൾ തനിയെ ഇരുന്ന് എഴുന്നേറ്റ് അതൊക്കെ കുടിച്ച ശേഷമാണ് ട്ടോ എന്നെ പിന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നിന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഞാൻ അടുക്കളയിലൊന്നും കയറിയില്ല കേട്ടോ. ചേട്ടൻ തന്നെയാണ് ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ചത്. അതെപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോൾ ഈ 2 മണി 3 മണി സമയത്തൊക്കെ പോകുമ്പോൾ ചേട്ടൻ തനിയെ എഴുന്നേറ്റ് വെച്ചും എന്നെ വിളിക്കൂല കേട്ടോ. ഗ്രീൻ ടീ ഉണ്ടാക്കാൻ പിന്നെ അത്ര വലിയ പാടൊന്നുമില്ലല്ലോ. തനിയെ ഉണ്ടാക്കി കുടിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് എന്നെ വിളിക്കാറ് കേട്ടോ. അപ്പോഴാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് പോയി ചേട്ടൻ പോകുമ്പോൾ ഗേറ്റും വാതിലൊക്കെ അടക്കാറ്. എന്നിട്ട് പിന്നെ ഞാൻ വന്ന് കിടന്ന് ഉറങ്ങും. അപ്പം ഞാൻ 5:15 അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് 5:30 മണി ആയിട്ടാ. പിന്നെ നമ്മുടെ ആൺകുട്ടിക്ക് ക്ലാസ് ഇല്ല. 1 തുടങ്ങി 4 വരെയുള്ള പിള്ളേർക്ക് പിക്നിക്ക് കൊണ്ടുപോകണമെന്നിട്ട് KG സെക്ഷനിലെ പിള്ളേർക്ക് ക്ലാസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ അത്ര വെപ്രാളമൊന്നും വേണ്ട. അമ്മയ്ക്ക് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എനിക്ക് വെപ്രാളം റെഡിയാക്കിയൊക്കെ എല്ലാം ഒരിക്കലേക്ക് വിടണ്ടേ. ആളെ എഴുന്നേറ്റ് ഇപ്പം തന്നെ ഒരു നേരമൊക്കെ. അപ്പം അതുകൊണ്ടിട്ട് വെപ്രാളമായിരിക്കും. പിന്നെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ആളൊരു ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ആളുകൾ സ്കൂളിൽ പറഞ്ഞയക്കണം. നമുക്ക് ആദ്യം ചോറ് വയ്ക്കാം. പിന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം, കഴിച്ചിട്ട് പോകണമല്ലോ രാവിലെ തന്നെ. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാം. ഗ്യാസൊക്കെ ചേട്ടൻ രാവിലെ ഗ്രീൻ ടീ വെച്ചപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഇല്ല, റെഗുലേറ്റർ. അപ്പോൾ ദേ കഞ്ഞിക്കലത്തിൽ വെള്ളം നിറച്ച് നമുക്കിനി അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ചേട്ടൻ പോണ സമയത്ത് എഴുന്നേറ്റില്ലേ വെളുപ്പിനെ, ആ നേരത്ത് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ തുണി ഇട്ടേച്ച് വേണ്ട കിടന്ന് ഉറങ്ങിയത്. അപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും തുണിയെല്ലാം നമ്മുടെ അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൊണ്ടേ വിരിക്കണം. അപ്പോൾ നമുക്ക് കഞ്ഞിക്കിട്ട് അരിയൊക്കെ കഴുകിയിട്ട ശേഷം പുറത്ത് പോയി ആദ്യം നോക്കിയിട്ട് തുണി വിരിക്കാമെന്ന് കരുതി. ഇരുട്ടാണെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ. കുറേ ഇരുട്ടാകുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണ്. ഇന്ന് ഞാൻ ആദ്യം തന്നെ കഞ്ഞിക്ക് ഇട്ടത്. എപ്പോഴും ഞാൻ ഒന്നെങ്കിൽ ചായ വയ്ക്കും അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കും. ഇന്ന് നേരെ തിരിച്ച് കഞ്ഞിക്ക് ആദ്യം ഇട്ടപ്പോൾ അത് ആദ്യം തിളപ്പിച്ചിറക്കി വെച്ചിട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ പിന്നീട് പലഹാരം ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. ചേട്ടൻ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഞാനിപ്പോൾ അരിയെല്ലാം കഴുകിയിട്ടേച്ചേ പുറത്തേക്ക് വന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ഇരുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചേട്ടൻ എഴുന്നേറ്റ് വന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു മുകളിലോട്ട്. അപ്പം മുകളിൽ നമ്മുടെ മിക്കിക്കുട്ടനെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഒന്നെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അവൻ അഴിച്ചിടും ഞങ്ങൾ കുറേ നേരത്തേക്ക്. പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയം ഫുൾ ടൈം അഴിച്ചിട്ടേക്കും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ടെറസിൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ട്. ചേട്ടൻ ഉറങ്ങാൻ കിടക്കണമായിരുന്നു, പക്ഷേ ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ എഴുന്നേറ്റ് പോകുന്നതാണേ.
അപ്പോൾ പതിയെ നേരം വെട്ടം വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ് നീ തുണിയെല്ലാം വിരിച്ചിട്ടോ, ഇവിടെ ഞാൻ അടിച്ചിട്ടോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആളെ ജോലി കൊണ്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് എന്നെ സഹായിച്ചൊക്കെ തരുന്നുണ്ട്. ഉള്ള മുക്കിന്നും മൂലക്കുന്നും ഒക്കെ തുണി പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു കഷ്ണങ്ങളും പോലും അലക്കാനില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം അലക്കി കൊണ്ടുവന്ന്, അലക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ അലക്കി കൊണ്ടുവന്ന് ഇതേ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ നേരെ വിൽക്കാനായിട്ട് താഴത്തോട്ട് പോകുന്നിട്ട് അവനെ കെട്ടിക്കിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറടപ്പത്ത് വെച്ചിട്ടാണ് ഈ മുകളിലേക്ക് തുണി വിരിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വയ്ക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടേ ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാമെന്ന് ഓർത്തപ്പോഴാണ് ദേ പഞ്ചസാര തീർന്നു. ചായ വെച്ച് കുടിക്കാമെന്ന് ഓർത്തപ്പോഴും പഞ്ചസാര തീർന്നാലും മറന്നുപോയി. എപ്പോഴും മറവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും മറവി എന്ന് ചോദിച്ചിട്ട് ചേട്ടൻ ഞാൻ എപ്പോഴും വഴക്ക് പറയും കേട്ടോ. എപ്പോഴും പറയാറുണ്ട് തീരണതിന് മുൻപേ പറയണമെന്ന് സാധനങ്ങൾ. ഞാൻ എപ്പോഴും മറന്നും പോകും. ഇങ്ങനെ എഴുതി വയ്ക്കണമെന്നൊക്കെ വിചാരിക്കും, പിന്നീട് ആ കാര്യം കൂടെ വിട്ടു പോകും കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി എന്തായാലും ഞാൻ ഉച്ചക്കേ കടയിൽ പോകുള്ളൂ, ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ അടുത്തുള്ള കടയിൽ നിന്ന് പോയി പാലും പഞ്ചസാരയും വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദേ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് നേരെ കടയിലോട്ട് പോണേട്ടാ. അപ്പോഴും ഞാൻ ചമ്മി. സമയം 7 മണി പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കടകൾ തുറന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വലിയ കാര്യത്തിൽ പോയത്. പക്ഷേ 2 കടയുള്ളത് 2 കടയും തുറന്നിട്ടുണ്ടായില്ല. അങ്ങനെ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും കടയിലോട്ട് പോയി കേട്ടോ. എന്നിട്ടാണ് പിന്നെ പഞ്ചസാരയും പാലൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നത്. ആദ്യം പാലിന് പോയിട്ട് കിട്ടിയില്ല കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. ചായ വെക്കാം. ചേട്ടൻ്റെ ഫോണടിച്ച സൗണ്ടാണ് ഉണ്ടാക്കി കേട്ടത്. അത് ആരെങ്കിലും സ്കൂൾ ട്രിപ്പ് ആയതുകൊണ്ടിട്ടേ ആരെങ്കിലും ഇപ്പോൾ ഇന്ന് വരുന്നില്ലെന്നാണെങ്കിൽ എല്ലാവരും വിളിച്ച് പറയും രാവിലെ തന്നെ വരുന്നില്ലെന്നേ. അപ്പോൾ അങ്ങനെ വരുന്ന കോളുകളാണ് രാവിലെ വരുന്നത്. അങ്ങനെ ഞാൻ നേരെ പാലൊക്കെ എടുത്തേച്ചും ചായയൊക്കെ വയ്ക്കണേന് കേട്ടോ. അപ്പോൾ കുറച്ച് പാൽ എടുത്തിട്ടുള്ളൂ. ഒരു പാക്കറ്റ് പാൽ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അതിൽ നിന്നൊരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് വെള്ളവും ചേർക്കും കേട്ടോ. എന്നിട്ട് ചായക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒക്കെ ചായ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാലൊഴിച്ച് ചായയാണോ, കട്ടൻ ചായയാണോ, കട്ടൻ കാപ്പിയാണോ, പാലൊഴിക്കാത്ത ചായയാണോ എന്നൊക്കെ ചോദിച്ചൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാത്തിനും ചായ തന്നെയാണ് കേട്ടോ പറയണത്. പിന്നെ കാപ്പി ആകുമ്പോഴത്തേക്കും കാപ്പി, കട്ടൻ കാപ്പി എന്നൊക്കെ പറയും. അല്ലാതെ കട്ടൻ ചായക്കും പാൽ ചായക്കും ഒക്കെ ചായ എന്ന് തന്നെയാണ് കേട്ടോ പറയണത്. അങ്ങനെ പാൽ തിളച്ചപ്പോഴത്തേക്ക് അതിലോട്ട് ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി അതൊന്ന് തിളച്ച് അതിൻ്റെ കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്കത് അരിച്ചെടുത്തിട്ട് ചേട്ടന് കൊണ്ടേ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിട്ട് തോന്നണുണ്ടാ? താടിയും മീശയൊക്കെ ആൾ വടിച്ച് കളഞ്ഞിട്ടാ. അപ്പോൾ ആളുടെ രൂപം തന്നെ മാറിപ്പോയല്ലേ. ഈ ചേട്ടനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അപ്പം പണിക്ക് പോയേ വെളുപ്പിനെ തന്നെ. പിന്നെ പിള്ളേർ 2 പേരും ഉറക്കമാണ്. അപ്പോൾ ആലുവിനെ വിളിക്കണം. ആമിക്കുട്ടിക്ക് പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ വിളിക്കേണ്ടല്ലോ. അപ്പോൾ ആലുവിനെ ഇനി ചായ കൊടുത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കണം.
അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തൻ്റെ ചവിട്ടിയും കൊണ്ട് പോണേന്. എപ്പോഴും ഉള്ളതാണ്ട് ഞാനിവിടെ ചവിട്ടി വിരിച്ചിടും, അവനത് ഏന്തി വലിഞ്ഞ് കടിച്ചുകൊണ്ട് നിലത്തുകൊണ്ട് ചുരുട്ടിക്കൂട്ടിയിടും. പിന്നെ ഞാൻ കൊണ്ടുവന്നിടും. എത്ര നീക്കിയിട്ടാലും അത് എങ്ങനെയൊക്കെയാണെന്നറിയില്ല, അവൻ അത് അവിടെ നിന്ന് കടിച്ചുകൊണ്ട് പോകും. ചിമ്പോ ചുന്തിരി ചിമ്പോ ആ എടപ്പോടേണ് ചിമ്പോ ചുന്തിരി പെണ്ണേ അടിച്ചുന്തിരി പെണ്ണേ കീക്കി. അപ്പോൾ രാവിലെ ഞാൻ പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. രാവിലെ പലഹാരം ഉണ്ടാക്കാന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് വെച്ചില്ലായിരുന്നു, അതിൻ്റെ പാല് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ഇച്ചിരി റവ എടുത്തിട്ട് ആലുവിന് കാച്ചി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഒരു 2 ഏലക്കൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അത് കാച്ചി കൊടുത്തപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമുണ്ടാകും. അത് അങ്ങനെ വലിച്ച് കുടിച്ചോളും, നല്ല ഇഷ്ടമാണ്. അത് ആമിക്കുട്ടിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ആലുവിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലോട്ട് ആക്കി വെച്ചതാണ്ടാ. നല്ല ചൂടാണല്ലോ, പെട്ടെന്ന് തന്നെ നാക്കിലിങ്ങനെ ഒട്ടിപ്പിടിക്കും റവ ആയതുകൊണ്ടിട്ടേ. അതുകൊണ്ട് ഞാൻ കരുതിയത് അവിടെ ഇരുന്നിട്ട് ആറട്ടെ എന്ന് കരുതി. ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പുട്ടുപൊടി മാത്രമേ ഇരിപ്പുള്ളൂ, ഗോതമ്പൊടിയും തീർന്ന് റവയും തീർന്ന്. റവ ഇപ്പോൾ ഉണ്ടായിരുന്ന റവയാണ് ഞാൻ ഒരു ഇച്ചിരി ഉള്ളത് അതിലോട്ട് ഇട്ടത്. അപ്പോൾ പുട്ട് കഴിക്കാനായിട്ട് എല്ലാവർക്കും മടി. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കണം, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ പഞ്ചസാര കുപ്പിയും പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടിയുടെ കുപ്പികളൊക്കെ തീർന്നിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓരോ സാധനങ്ങൾ തരുമ്പോഴേ കൈയോടെ തന്നെ ആ കുപ്പികളും കൂടെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കുപ്പിയൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും. ഇങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും പിന്നെ അത് കറ പിടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഓരോന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് കഴുകി കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ട് സാധനങ്ങൾ ഇടാറ് കേട്ടോ. അങ്ങനെ കുപ്പികളൊക്കെ കൊണ്ടേ കഴുകി ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉച്ചക്കത്തേക്കേ പച്ചക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അച്ചിങ്ങ എടുത്ത് താളിക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഞാനൊന്ന് ഇച്ചിരി ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കാമെന്ന് കരുതി. ഇനി നമുക്ക് ആലുവിൻ്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ ആല് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ മതിയെ കറിയൊക്കെ വയ്ക്കാമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ചേട്ടൻ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കേ എന്തെങ്കിലും കടി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴംപൊരിയാ സവാള ഭുജിയ പത്തിരിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമുക്കിനി അച്ചിങ്ങ താളിച്ചെടുക്കണം, പിന്നെ എന്തെങ്കിലും മീനും വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആലുവിന് കഴിക്കാനൊക്കെ കൊടുത്തേച്ചു മുടിയെല്ലാം കെട്ടിക്കൊടുത്തിട്ട്. അപ്പോൾ ആളതേ പോകാൻ വേണ്ടി സമയം ആയിക്കൊണ്ടിരിക്കണം, ഇറങ്ങാൻ വേണ്ടി പോകണ്. അപ്പോൾ സ്കൂളിലേക്ക് കറിയായിട്ട് കൊടുത്തു വിട്ടത് മുട്ട വറുത്ത് കൊടുത്തു വിട്ട്, പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് ആൾക്ക് കൊടുത്തു വിട്ടത്. ചോറ് കൊടുത്തു വിട്ടില്ല കേട്ടോ, ചോറ് അവിടെ നിന്നാണല്ലോ കഴിക്കണത്. കറി മാത്രം ഇടന്ന് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആലുവിൻ്റെയൊക്കെ സ്കൂളിൽ നിന്ന് പിക്നിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫെബ്രുവരിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോകും. അപ്പോൾ അമ്മ എന്നെയും വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം പോകാറുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം ഞാൻ ഓരോ പ്രാവശ്യം വിട്ടിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ പറയും ഇനി ഈ പ്രാവശ്യം വിടൂല എന്ന് പറഞ്ഞെങ്കിലും നേരുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവൾ സമ്മതിപ്പിച്ചെടുക്കും. 5 മിനിറ്റ് ഉണ്ട്, പോയിക്കോ. അങ്ങനെ പിന്നെ ഞാൻ അച്ചിങ്ങ ഓടിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ 2 സൈഡത്തെ അറ്റത്തെ ഇത് കളഞ്ഞ ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് അരിയണതാണ് കുറച്ചുകൂടെ സ്പീഡ്. പിന്നെ ഇത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ വെച്ച് അരിയുമ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന് കരുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ സവോളയൊക്കെ എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാൽ ഒരു മയം കിട്ടില്ല. മയോന്നല്ലേ പറഞ്ഞത്, വശം കിട്ടില്ല കേട്ടോ. കൈ കൊണ്ട് അരിഞ്ഞാൽ എനിക്ക് നല്ല സ്പീഡാണ്. അപ്പോൾ അതേ ചീനച്ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റാൻ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി അതിൻ്റെ അകത്തോട്ട് ഉള്ളി വഴണ്ട് കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾ പൊടിയും ചതച്ച മുളകും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അത് അവിടെ അടച്ചു വെച്ചേക്കാം കേട്ടോ. ആലുവിനെ പച്ചക്കറി കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പറഞ്ഞു അച്ചിങ്ങ താളിച്ച് തന്നു വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, മുട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ കാലത്തെ തന്നെ അച്ചിങ്ങ വലുതാനത്. അപ്പോൾ അത് അടപ്പത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തീ സിമ്മിലിട്ടേച്ചും പിന്നെയും ടെറസിൻ്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. ഇന്ന് ഉണക്കലും പിടിക്കലും തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തലയണയൊക്കെ, കുറച്ചല്ല നമ്മുടെ 5 പേരുടെയും തലയണയൊക്കെ കൊണ്ടത് ഞാൻ വെയിലത്ത് കൊണ്ടുവന്ന് പാല് വിരിച്ചിട്ട് ഉണക്കാനിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഉണക്കൽ പതിവാണ് കേട്ടോ.
തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഉണക്കിയെടുക്കും. സമയം ഇപ്പോൾ 9 മണി ആവണേ ഉള്ളൂ കേട്ടോ. വെയിൽ കണ്ട ഉച്ചയായ പോലത്തെ വെയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. പെട്ടെന്ന് തന്നെ തലേണയെല്ലാം ഞാൻ ആ പായയുടെ പുറത്ത് അങ്ങോട്ട് ഇട്ടേച്ചും നേരെ താഴത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അച്ചിങ് കലത്തിയത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ആമിനോട് പറഞ്ഞേ വേഗം പോയി പല്ല് തേക്ക്, നമുക്ക് പെട്ടെന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സവാള ബജിയും പഴംപൊരിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ സവാള ബജി കഴിച്ച് ഞാനും ആമിക്കുട്ടി പഴംപൊരി കഴിച്ചേട്ടാ. രാവിലെ തന്നെ എണ്ണ പലഹാരം, പിന്നെ വല്ലപ്പോഴും അല്ലേ കുഴപ്പമില്ലാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഓരോ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് ചായ കുടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ആ കൂട്ടത്തിലേ നമുക്ക് കറിക്ക് നങ്കും കൂടെ വാങ്ങിക്കൊണ്ടാണ് ചേട്ടൻ വന്നത്. ഇന്നലെ ഞാൻ നമ്മുടെ ആമീനെ സ്കൂളിലാക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഓട്ടോ ഒന്ന് മാറ്റിയിട്ട് ആമീനെ വാനിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി ആവുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാനാണ് കൊണ്ടുപോയി ആക്കുകയും പിടിക്കുകയും ചെയ്തത്. അപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ട് ആക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബീച്ച് റോഡിൽ നല്ല പച്ച നങ്കിട്ട് വെക്കണം. അപ്പോൾ അത് കണ്ടുകൊണ്ടിട്ടാണ് ഞാൻ ചേട്ടനോട് ഇന്ന് പറഞ്ഞത് നങ്കുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോരട്ടാന്ന്. പക്ഷേ ഇല്ലേ ഫ്രഷ് അല്ലായിരുന്നു കേട്ടോ, നല്ല ഐസ് മീനായിരുന്നു, വിളറി വെളുത്തിരുന്നു ചേച്ചി. പിന്നെ എന്ത് ചെയ്യാൻ വാങ്ങിപ്പോവില്ലേ, കറി വയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചേട്ടനോട് എന്താ ഇത് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ ദേഷ്യം കയറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു. അപ്പം ഞാനിനി ഇതേ വെട്ടിയെടുക്കട്ടെ കേട്ടാ. വെട്ടിയല്ല പൊളിച്ചെടുക്കട്ടെ കേട്ടാ, എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഞാൻ മീനെല്ലാം വെട്ടി ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ആമിക്കുട്ടി അപ്പുറത്തിരുന്ന് TV കാണുന്നുണ്ട്. ഇനി നമുക്കേ പെട്ടെന്ന് തന്നെ മീൻ കറിയാക്കി എടുക്കാം. കറിക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതേ തിളപ്പിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും, ഞാൻ ആകെ മീൻ കറിയിൽ വയ്ക്കുമ്പോഴത്തേക്കും കുരുമുളക് പൊടി ഇടുന്ന സാധനം നങ്ക് കറിക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. എൻ്റെ മീൻ കറി വയ്ക്കണമെങ്കിൽ എനിക്ക് ഇടികല്ല് തന്നെ വേണം കേട്ടോ, ഉള്ളിയൊക്കെ ചതക്കാനായിട്ട്. ഇതില്ലെങ്കിലേ എൻ്റെ മീൻകറിയുടെ കാര്യം പോക്കാണ്. നമുക്ക് ഒന്നാമത് ഒരു അരകല്ലോ ഇല്ല, പിന്നെ ഇതും കൂടെ ഇല്ലെങ്കിൽ പിന്നെ തീർന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പോഴും എനിക്ക് ഇത് ആവശ്യമാണ് മീൻ കറികളൊക്കെ വെക്കണ സമയത്ത്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കണതെല്ലാം ഞാൻ ഇതിലാണ് കേട്ടോ. അപ്പോഴേ മീൻ കറിക്കുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കാൻ വേണ്ടി നിന്നത്. അപ്പോഴൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 2 കമൻറ്റ് കണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിരിച്ച് സംസാരിക്കണില്ലെന്ന്. ഞാൻ മനഃപൂർവ്വം ചിരിച്ച് സംസാരിക്കാത്തതല്ല കേട്ടോ. എനിക്ക് ഉണ്ടാക്കി ചിരി എന്താ പറയുക, വരുത്തിച്ച് ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ചിരി വരുത്തിച്ച് സംസാരിക്കാൻ അറിയാൻ പാടില്ല. ചിരി വന്നാൽ ചിരിക്കും, കരച്ചിൽ വന്നാൽ കരയും, അത്ര തന്നെ. അപ്പം ഞാൻ ചിരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ആരും വഴക്കൊന്നും വിചാരിക്കല്ല കേട്ടോ. ഞാൻ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കണമല്ല, ഞാനിങ്ങനെയാണ് സംസാരിക്കണത്. പിന്നെ എന്താ, ചിരിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ ചിരിച്ചുകൊണ്ട് പറയും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ ചട്ടി ചൂടായപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ആമിക്കുട്ടി ക്യാമറ കിടന്ന് തോണ്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓടിച്ചു വിട്ടതാണ് കേട്ടോ അപ്പുറത്തേക്ക്. ഉള്ളിയെല്ലാം എന്തെങ്കിലും നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തൊക്കെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് ചാറിനാവശ്യമായ വെള്ളം ഒഴിച്ച് വിനാഗിരിയിലാണ് കേട്ടോ ഞാനിവിടെ നമ്മുടെ നങ്ക് തിളപ്പിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തിള വരുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കാം. നങ്ക് കറിയൊക്കെ വിനാഗിരിയിൽ വിനാഗിരി കൊള്ളൂല എന്നാണ് എല്ലാവരും പറയണത്. അത് നേരെ തന്നെയുള്ള കാര്യമാണ്. പക്ഷെ നമുക്കങ്ങനെ കഴിച്ചാത്തൊരു ശീലമായി പോയതുകൊണ്ടിട്ടേ അങ്ങോട്ട് മാറ്റാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, വിനാഗിരി ഇട്ട് അങ്ങനെ കറി വയ്ക്കാത്ത ആൾക്കാർ ഈ നങ്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ വിനാഗിരി ഇട്ടൊന്ന് തിളപ്പിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ നങ്ക് വിനാഗിരി തിളപ്പിച്ചെടുക്കാനായിട്ട്. കുളിക്കണ്ടേ? അപ്പോഴേ ഇതേ ചാറൊക്കെ വെച്ചിട്ടുണ്ട്. അത് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഒരു വല്ലാതെ ദാഹം വന്നു. കാരണം നമ്മൾ രാവിലെ എണ്ണപ്പലഹാരമുള്ള കഴിച്ചത്, അപ്പം തുടങ്ങി ഭയങ്കര ദാഹമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നാമതേ പൊതുവേ വെള്ളം കുടി ഇച്ചിരി കുറവാണ്. പക്ഷേ ഞാൻ കുടിക്കണ സമയത്ത് ഒരു വലിയ ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങനെ തന്നെ കുടിക്കും കേട്ടോ. ഒറ്റ വലിക്ക് കുടിക്കും. പക്ഷേ വെള്ളം ഒറ്റ വലിക്ക് കുടിക്കാതെ നിർത്തി കുടിക്കണമെന്നാണ്. പക്ഷെ നമ്മുടെ അപ്പോഴത്തെ ആ ഒരു ദാഹം വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് കുടിച്ചങ്ങോട്ട് പോകണതാണ് കേട്ടോ. അങ്ങനെ അതേ ചാറ് തിളച്ചപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നങ്കിനകത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് അത്ര വലിയ വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അടുക്കളയിൽ വന്ന് വഴക്ക് പറഞ്ഞ് ഓടിച്ചപ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി കേട്ടോ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി എൻ്റെ ഡ്യൂട്ടി ചെയ്യാമെന്ന്. അങ്ങനെ ദേ പോയി കളറടിക്കാൻ വേണ്ടി പോയിരിക്കണേ കേട്ടോ. അടുക്കളയിൽ വരുത്തിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തണം. പിന്നെ അതുപോലെ എണ്ണയും അതിൻ്റെ നമ്മുടെ തിളച്ച വെള്ളമൊക്കെ വല്ല മേത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട്
എപ്പോഴും ഞാൻ അടുക്കളയിൽ വരുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞ് ഓടിക്കാറാണ് പതിവ്. അടുക്കളയിൽ നിർത്താൻ തന്നെ ഒന്നാമത് പേടിയാണ്. കാരണം അടുക്കളയിൽ നമുക്ക് ഒന്നാമത് തീരെ സൗകര്യമില്ല. പിന്നെ ഒരാൾക്ക് നിന്ന് പെരുമാറാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഈ കൊച്ചുങ്ങളെയും കൂടെ നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് വരുത്തിക്കുമ്പോഴത്തേക്ക് വല്ല എണ്ണയൊക്കെ തെറിച്ച് വീണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം നമുക്ക് നാളെ ഒരു ആദ്യ കുർബാന സ്വീകരണം ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ മോളുടെ തൈക്കലാണ്. അപ്പോൾ അവിടെ പോകണം. അവിടെ പോകാനായിട്ടാണ് ഈ ഒരുക്കങ്ങൾ കേട്ടോ. ഷൂസൊക്കെ ഒന്ന് കഴുകാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സോപ്പ് വെള്ളത്തിൽ നനയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അഴുക്കൊക്കെ കുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ബ്രഷൊക്കെ ഇട്ട് തേച്ചരച്ച് കഴുകണേണ്ട. ആലുവൊന്നും ഈ പണിയൊക്കെ ഞാൻ ചെയ്യാൻ പറയും കേട്ടോ. ആലുവിൻ്റെ ഷൂസൊക്കെ തനിയെ കഴുകാൻ വേണ്ടി പറയും. കഴുകാമെന്ന് പറയണതല്ലാതെ പിന്നെ ആവശ്യത്തേക്ക് തിരിഞ്ഞ് നോക്കൂല കേട്ടോ. പിന്നെ ഞാൻ തന്നെ ചെയ്യണം. അതും എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ എല്ലാതൊക്കെ എടുത്ത് വെച്ചും ഇങ്ങനെ ഇതുപോലെ കഴുകി ഉണക്കി കൊടുക്കുമ്പോൾ ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര താല്പര്യമാണ്. കഴുകലൊന്നുമില്ല. ഇവിടെ തലേണയൊക്കെ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എൻ്റെ അമ്മേ, അങ്ങനെ ദേ ഷൂസൊക്കെ കഴുകി കൊണ്ടുവന്നിച്ചും മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ ഉണക്കാനായിട്ട്. അപ്പോൾ വെയിൽ പോണതിന് മുമ്പ് തന്നെ വേഗം കൊണ്ടുവന്ന് വയ്ക്കണം കേട്ടോ ആ കാണുന്നത്. അല്ലെങ്കിൽ വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഷൂസൊക്കെ ഉണങ്ങിയില്ലെങ്കിൽ തന്നെ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു സ്മെല്ലായിരിക്കുള്ളൂ. പിന്നെ അത് ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനെ അതെല്ലാം അവിടെ ഉണക്കാനായിട്ട് വെച്ചിട്ട് നേരത്തെ പെരടകം അടിക്കാനായിട്ട് വന്നു കേട്ടോ. പെരടകം മൊത്തമൊക്കെ ഒന്ന് അടിച്ച് വാരി. പിന്നെ നമ്മളൊരു ദിവസം ഹാള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ്റൂം രണ്ടും ക്ലീൻ ചെയ്തിട്ടില്ല. അതിന് ചെയ്യണം. എനിക്ക് ഇന്നലേക്കൊന്നും നേരം കിട്ടിയില്ല. ഇന്നലെ 2-3 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. പിന്നെ ആമിക്കുട്ടീനെ രാവിലെ കൊണ്ടുപോകാനും വൈകുന്നേരം വിളിക്കാനൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ഈ വീഡിയോ എടുക്കലും പിടിക്കലും ഒന്നും നടക്കില്ല. പിന്നെ 2-3 ആവശ്യങ്ങൾക്ക് വേറെയും കാര്യത്തിന് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നലെ ക്ലീനിങ് ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ നാളെ നടക്കില്ല. കാരണം നാളെ ഞാൻ പറഞ്ഞില്ലേ പരിപാടിക്ക് പോകണം. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കുമാണ് എന്തെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ നമ്മുടെ കിളിക്കൂടൊക്കെ കൊണ്ടുവന്ന് കഴുകി അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി പെരടകമൊക്കെ അടിച്ചിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല മെനക്കും ഒരുങ്ങിയൊക്കെ പോകണ്ടേ. അപ്പോൾ പിരികം ഒന്ന് ത്രെഡ് ചെയ്യണം പറഞ്ഞു. പിരികം ത്രെഡ് ചെയ്യാനൊന്നും ഞാൻ പുറത്ത് പോയി ബ്യൂട്ടി പാർലറിലൊന്നും പോയി ചെയ്യാറില്ല കേട്ടോ. ഞാൻ തന്നെയാണ് ചെയ്യണത്. എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്യും. എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ചെയ്യാൻ കൊണ്ടിട്ടാണ് ആ പിരികം കുറച്ചങ്ങനെ വളർന്നിരുന്നേച്ചത്. ഞാൻ തന്നെയാണ് ചെയ്യാറ്. എനിക്കൊന്നും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇപ്പോൾ വർഷങ്ങളായെന്ന്. പോയത് ഞാൻ മുടി കളർ ചെയ്യാൻ വേണ്ടി പോയി. അത് ഇപ്പോൾ 2 വർഷത്തോളം ആയി കേട്ടോ. അല്ലാതെ ഞാൻ ബ്യൂട്ടി പാർലറിലോട്ട് പോയിട്ടേ ഇല്ല. ത്രെഡ് ചെയ്യാൻ ഞാൻ അങ്ങനെ പോകാറുമില്ല. അങ്ങനെ പിരികൊക്കെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിക്കുകയെ ചേട്ടാ കൊള്ളാവോ എന്ന് ചോദിക്കും കേട്ടോ. എപ്പോഴും ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ചേട്ടനോട് ചോദിക്കും കൊള്ളാവോ എന്ന്. അപ്പോൾ ചേട്ടൻ പറയും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എങ്ങാനൊരു ഇച്ചിരി തെറ്റി അങ്ങനെ പോയാലും പറയും കേട്ടോ നല്ലതാണെന്ന്. എന്താന്നാ നല്ലതല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുമല്ലോ പെട്ടെന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ പോകാം, ഇനി തുടങ്ങി ഞാൻ ബ്യൂട്ടി പാർലറിലേ പോകുള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ പൈസ തരേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ചേട്ടൻ ഒരു ട്രിക്ക് ഉപയോഗിക്കണതാണ്, കൊള്ളാമെന്ന് പറയും. നമുക്ക് പിന്നെ ഇതൊക്കെ മതി തന്നെ, ആര് കാണാനാണ്. പക്ഷേ ഒരു പിരികം ഇച്ചിരി ഏങ്കോണിച്ച് പോയി. ഞാൻ പിന്നെ അതിൽ കിടന്ന് കൂടുതൽ പണിയാൻ നിന്നില്ല കേട്ടോ. പണിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പിരികം കൂടെ വടിച്ച് കളയേണ്ടി വരും. അതുകൊണ്ടിട്ട് അത് അവിടെ തന്നെ വെച്ച് അങ്ങനെ പിന്നെ വന്നിട്ട് ഒന്ന് കൈയും മുഖമൊക്കെ കഴുകി കേട്ടോ. ഇനി മുഖത്തൊരിച്ചിരി പരിപാടി ഉണ്ട് കേട്ടോ. മുഖം ഒന്ന് ഇച്ചിരി ഒന്ന് വെളുപ്പിക്കണം. അങ്ങനെ വെളുപ്പിക്കണം എന്ന് പറഞ്ഞാൽ ബ്ലീച്ചും ഫേഷ്യലൊക്കെ ഒന്നും ഇട്ടിട്ടല്ല കേട്ടോ. അല്ലാതെ തന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അരിപ്പൊടിയും പാലൊക്കെ ഇട്ടേച്ചും അല്ലെങ്കിൽ കടലപ്പൊടിയൊക്കെ ചേർത്തേച്ചും, ഒന്നെങ്കിൽ കടലപ്പൊടിയും പാലും അല്ലെന്നാണെങ്കിൽ ഇച്ചിരി അരിപ്പൊടി, കടലപ്പൊടി ഇല്ലെന്നാണെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയും പാലൊക്കെ എടുത്തിട്ടും മുഖത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്യും. അപ്പോൾ ഒരിച്ചിരി മുഖം നമ്മുടെ ആ മുഖത്തെ അഴുക്കൊക്കെ മാറി ഒരിച്ചിരി വെട്ടം വയ്ക്കും കേട്ടോ മുഖത്ത്. അതിപ്പോൾ ഇന്നും ഞാൻ ചെയ്യും. നാളെ നമ്മൾ പോണ നേരത്ത് കുളിക്കൂലേ അപ്പോഴും ചെയ്യും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മുടി പിന്നി കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ പറഞ്ഞ് 2-3 ദിവസമായി പറയണത്. അപ്പം ഞാനിവിടുത്തെ കൊച്ചിൻ്റെ ആഗ്രഹമല്ല കൂടെ ചെയ്ത് കൊടുക്കാമെന്ന്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിച്ച് 2ആക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കണക്കിനാണ്ട ഞാനത് ഒപ്പിച്ച് എങ്ങനെയെങ്കിലും കെട്ടിക്കൊടുത്തത്. അപ്പോൾ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇങ്ങനെയല്ലമ്മ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞ് എൻ്റെ നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് പൊട്ട് ഞാൻ എടുത്ത് വെച്ച് കൊടുത്ത്. അപ്പോൾ ഈ പൊട്ട് വേണ്ടമ്മ, എനിക്ക് കറുപ്പ് പൊട്ട് മതി എന്നും പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കി, കറുപ്പ് പൊട്ട് വേണമെങ്കിലേ ഞാൻ വീഡിയോ എടുത്ത് കഴിയട്ടെ എന്നിട്ട് തൊട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ആ മുഖം ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണത്. മുടി കണ്ടിട്ട് ചിരി വന്നിട്ട് വയ്യായിരുന്നു എനിക്ക്. ഇനിയുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി പോയി കുളിക്കണം. പിന്നെ പ്രത്യേകിച്ച് അടുക്കളപ്പണിയൊന്നും വേറെ ഇല്ല. ചോറും കറികളൊക്കെ വെന്തിരിക്കണേണ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം. പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ മുകളിൽ കൊണ്ട് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. ഷൂസ്, കുപ്പികൾ, തലേണ, പിന്നെ കുറേ തുണി അലക്കിയിട്ടിട്ടുണ്ട്. അതെല്ലാം പോയി എടുക്കണം. അപ്പോൾ വെയിലൊന്ന് ആറിക്കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരിക്കണേണ് ഞാൻ.
അയ്യോ പിന്നൊരു കാര്യം മറന്നു പോയിട്ട് എനിക്ക് നെയിൽ പോളിഷ് അടിക്കണം. ആ കയ്യിലുള്ളത് കളഞ്ഞേച്ച് വേറെ പുതിയത് അടിക്കണം. അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം.